അലം തറ ലറബല്ലാഹു മസലൻ, അള്ളാഹു ഒരു മസല് പറഞ്ഞിരിക്കുന്നു. അത് നീ കണ്ടില്ലയോ, നീ പഠിച്ചില്ലയോ? ഈ അറ എന്ന് പറയുന്നതിന് കാണുന്ന ഒരു വാക്ക് വന്നാൽ പിന്നെ അതിന് തർക്കമുള്ളൂ. അതിന് അർത്ഥം പറഞ്ഞു പറയുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഈ അറ കാണണോ കാണണ്ടേ? അർത്ഥം മൂസാനബിനെ കാണണോ കാണണ്ടേണം. ഈ അറക്ക് നേരെ കണ്ണോട്ട് കാണണം, അറിഞ്ഞാൽ പോരെ. അതാണ് അവിടേക്ക് ഞാൻ ചിന്ത കൊണ്ടുപോകണം നിങ്ങളുടെ. അലം തറ, നീ കണ്ടുപോകുന്നത് അങ്ങനത്തെ ഒരു മരം തന്നെ കാണണ്ട. ആ അലം തറ കൈ ഫീൽ കാണണ്ട. ഇവരെ ഈ കാണണമെന്ന് അറിഞ്ഞാൽ മതി, അറിവാണത്. അലം തറ അറിയൂ സീ, നീ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടുകൊണ്ട്, നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണണ്ട, നമ്മൾ മനസ്സുകൊണ്ട് അറിഞ്ഞാൽ മതി. അതിനെയും കാണുക എന്നേ പറയാം. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് അറ കറ എന്നൊക്കെ പറഞ്ഞ ഈ നേരം നമ്മുടെ ഈ കണ്ണുകൊണ്ട് തന്നെ കാണണമെന്നില്ല. ഈ അസ്ഹാബുൽ ഫീലിന്റെ, അതായത് ലൂത്തിന്റെ സമൂഹത്തെ നശിപ്പിച്ച ചരിത്രമാണ് പറയുന്നത്. സൂറത്ത് ഹിജറും സൂറത്ത് ദാരിയാത്തും സൂറത്ത് ഫീലും മൂന്നും കൂടി കൂട്ടി വായിക്കാം. അപ്പൊ നമുക്ക് ബോധ്യപ്പെടും ഏതാണ് ആ സമൂഹം, ആ ഫൂളുകളായ വിട്ടികളായ ആ ജനത ഏതാണെന്ന്. അത് നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ ജനതയുടെ ചരിത്രം കണ്ടിട്ടാണോ ചോദിച്ചത്? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന്. അപ്പോ അലം തറ കൈഫ ളറബല്ലാഹു മസലൻ, അത് ഞാൻ വേറൊരു പിന്നെ സംഭവത്തിലേക്കൊരു ഹിഞ്ച് തന്നിട്ട് ഞാൻ അവിടുന്ന് പോവുകയാണ്. അത് ഞാൻ സൂചിപ്പിച്ചു. മൂസ അള്ളയെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടുകൊണ്ട് കാണണമെന്നാണ്, കാണണം എന്നാണോ പറഞ്ഞത്? അതിന്റെ രുചി എന്താണ് പറഞ്ഞതിന്റെ ന്യായം എന്ന് ഇനി വരും ക്ലാസുകളിൽ ചർച്ച ചെയ്യും. അന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അത് കണ്ടത്. കാണുവിനെ ശരിക്കും ഞാൻ കാണും, അള്ളാഹുവിനെ ശരിക്കും കാണും, കണ്ടെത്തും. അതാണ് ഞാനൊരു ഹിന്റ് മാത്രമൊക്കെ തന്നു. ഇനിയിട്ട് നിങ്ങളുടെ മനോമുഖത്തിൽ ഇങ്ങനെ ഇട്ട് ചാലി അടിച്ചുകൊണ്ടേയിരിക്കാം. തറാന്ന് പറഞ്ഞാൽ നേരിട്ട് കാണണമെന്നില്ല. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലവിടെ കിടക്കട്ടെ. ഇനി കുറെ വിഷയങ്ങൾ ഇതിന്റെ പിറകെ വരും. ലറബല്ലാഹു മസലൻ, ലറബാനം തല്ലണം, അതും ചർച്ചയാണ്. അടിക്കന്റെ റോണോ പെണ്ണുങ്ങളെ ഒന്നിന് പോകില്ല. പെണ്ണുങ്ങളെ തല്ലുന്ന എന്താ വരെ തെറ്റിയാ പെണ്ണുങ്ങളെ തല്ലണമെന്നാ എഴുതിയിട്ടുണ്ട്. നല്ല വേദനിച്ച് ആ കുറിയാകാതെ ഈ ലറബൊക്കെ കല്യാണുള്ളത്. എന്നാ മറ്റേ മരക്കിറങ്ങിയിട്ട് വെട്ടിന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നിരിപ്പോ പോക്കല്ല അതിനാക്കി ഒന്നിരിപ്പോ പിന്നെ തലെല്ലാം കൊടുത്തിട്ടാ മതി, പിന്നെ കയ്യിന്റെ വെള്ളിയോളം കൊക്കണം. ഇങ്ങനത്തെ അക്രമം പോകണം. തല വീണാൽ തന്നെ പിന്നെ കാല് കറുത്ത് പിന്നെ അതിന്റെ കൈവരലും പോയിട്ട് മുറിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തിക്കുക, എന്താണ് അറിയുന്നത്? 1000 മലക്ക് വേണോ 1000 കാഫിരിങ്ങളെ കൊല്ലാൻ? 3000 മലക്ക് വേണോ 1000 മുസ്ലിക്കുകളെ കൊല്ലാൻ? 5000 മലക്ക് വേണോ 1000 മുസ്ലിക്കുകളെ കൊല്ലാൻ? ചിന്തിക്കുക. അപ്പൊ ഒരു സത്യത്തിലേക്ക് നിങ്ങൾ എത്തും, ഖുർആനിന്റെ ഒരു സത്യത്തിലേക്ക്. എന്താ ഖുർആൻ എവിടേക്കാ കൊണ്ടുപോകുന്നത്? നല്ലൊരു വിജ്ഞാനത്തിലേക്ക് ഇങ്ങനെ ഖുർആൻ. ഒരു മലക്കിനെ ഇറങ്ങിയാൽ തന്നെ ആകെ ഓടൂലേ, കാവിലിങ്ങൾ ഓടിനോട്ട് ഉരുമുറി ഉണ്ടാവുന്നു. അത് 2 സൈന്യങ്ങൾ ഏറ്റുമുട്ടുമ്പോ അറിയാതെ ശത്രു സൈന്യത്തിന്റെ ആളുകളുടെ തലങ്ങനെ വീടുകൊണ്ട് പെട്ടെന്ന് ആളെ കാണൂല. ഒരു മിനിറ്റ് നിൽക്കും. മലക്കുകൾ നമുക്ക് കാണാൻ പറ്റില്ലാണല്ലേ? മലക്കുകൾക്കാണ് വഹി. മലക്കുകളോടാണ് അള്ളാഹുവിന്റെ വഹി. മുസ്ലിങ്ങളും മുസ്ലിങ്ങളും നമ്മൾ ഏറ്റുമുട്ടുക. നിങ്ങളൊന്ന് ഇപ്പൊ ഈ കണ്ണൂർ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ ഒരു യുദ്ധം സങ്കല്പിക്കും. മുസ്ലിങ്ങളും ശത്രുക്കളും തമ്മിൽ ഏറ്റുമുട്ടുക. ശത്രുക്കളുടെ തലങ്ങനെ വീഴും, തന്നെങ്ങനെ വീഴും. പെട്ടെന്ന് ആളെ കാണാനില്ല. 10 മിനിറ്റ് നിൽക്കൂല. ശത്രുക്കൾ ഓടിയിട്ട്. പക്ഷെ ഇവരുടെ ചരിത്രത്തിൽ ദിവസങ്ങളോളം നീണ്ട യുദ്ധം ഇവരുടെ ചരിത്രത്തില്. അപ്പൊ പിന്നെ ആരാ മൗലവി? മലക്ക് വരും. മലക്ക് ആരാണ് വരും? ക്ഷമിക്കും, പഠിക്കാൻ മതി. ഈ 5000-വും 3000-വും 5000-വും ഒക്കെ ഇറക്കി കൊടുക്കാൻ പറ്റിയ മലക്കുകൾ ആരാന്ന് വരാനുണ്ട്. മലക്കുകൾ ഇറങ്ങാനുണ്ട് ഇവിടെ. ആ മലക്കുകൾ ആളുകളോട് സംവദിക്കുന്നുണ്ട് ഇവിടെ. ആ മലക്കുകൾ നല്ല മനുഷ്യരോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ മലക്കുകൾ ആരാണ് അവരെന്ന് വരാനിരിക്കുന്നുണ്ട്. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല, മുൻപുകാലത്ത് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആരാണ് മലക്കുകളെന്ന്. ഇനി ഞാൻ പറഞ്ഞത് മാത്രം എടുക്കൂലെങ്കിൽ പൂർവികരായ പണ്ഡിതന്മാരുടെ തെളിവുകൾ ഞാൻ ഉദ്ധരിക്കാം. ഞാൻ ചോദിച്ചതാണ്, എന്തിനാ ഈ 5000 മലക്ക് ഒരു 2 മലക്ക്? ഞാൻ പറഞ്ഞത് ഈ മലക്കുകൾ തലങ്ങനെ വീണുകൊണ്ട്, ഈ ശത്രുക്കളുടെ തലങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ പെണ്ണ ഒരാളുടെ തലയുടെ വീണ് നമ്മളോടെ ഇരിക്കും. തന്നെ വീണു ഇരിക്കപ്പെടുന്നത് നമ്മൾ ഇന്ത്യയിലായിക്കോട്ടെ, എന്റെ തല തന്നെയാണ് വീണു. എന്താകെ പേടിച്ചു കൊടുക്കൂലേ? ജനം പരിഗ്രഹിക്കൂലേ? എന്തെങ്കിലും പറയുന്നത് കയ്യിൽ മലായിക്കത്തി അന്യം മുമിത്തുക്കും അന്യം മാക്കും സത്യത്തില്ലതീനാമനും എന്ന് പറഞ്ഞ ആയത്തിന്റെ പകുതി കഴിഞ്ഞിട്ടാണ് അവര് മലക്കുകൾക്ക് പറയുന്നത് എന്ന് പറയുന്നത്. അതാണ് ലറബ. അവരൊരു വീടുന്ന അങ്ങനെ പോകും. അപ്പൊ അതാണ് അലം തറ കൈഫ ലറബ അല്ലാഹു മസലൻ. അള്ളാഹു മൂപ്പർക്ക് തന്നെ അറിയുള്ളൂ, എനിക്കറിയില്ല. എനിക്ക് ഖുർആൻ പറയുന്നത് അള്ളാഹു നമുക്ക് വിശദീകരിക്കാൻ.
ആ അള്ളാഹുവിനെ നമ്മൾ കണ്ടെത്തും മക്കളെ. ആ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കും. ആ ഖുർആൻ എത്ര സുന്ദരമായിട്ടാണ് ആ അള്ളാഹുവിനെ പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് അറിയും. ആ അള്ളാഹു നിങ്ങൾക്ക് ഒരു ഉപമ പറഞ്ഞു തന്നിരിക്കുന്നു. മസലൻ കലിമത്തൻ ത്വയ്യിബ, ഒരു നല്ല വചനം. അതാണ് കലാം. അള്ളാഹു കലാം ചെയ്ത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാം കൊടുക്കുകയാണ്. അത് ഞാനൊരു ഹിന്ദ തന്നത്. അള്ളാഹു ഒരാളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ വചനങ്ങൾ കൊടുക്കുക. വൈദബത്തല ഇബ്രാഹിം റബ്ബഹു ബികലിമാത് വതമ്മത് കലിമത്തു റബ്ബിക മാ കാന ലിബശരിൻ അൻ യുകല്ലിമഹു അല്ലാഹു ഇല്ലാ വഹ്യൻ. അള്ളാഹുവിന്റെ സന്ദേശം ഒരു മനുഷ്യനും അള്ളാഹു കൊടുക്കുകയില്ല. അതാണ് സംസാരം. ഇല്ല വഹ്യൻ, അങ്ങനെയല്ലാതെ. അതാണ് കല്ലമ. അല്ലാതെ നേരിട്ട് മനുഷ്യനോട് സംസാരിക്കല്ല. അവർ ഞാനൊരു ചെറിയ സൂചന വേറൊരു സ്ഥലത്തേക്ക് ഇട്ടു പോവുകയാണ്. അതാണ് അള്ളാഹു ഒരു കലിമത്തൻ ത്വയ്യിബ, ഒരു നല്ല വചനം, ഒരു നല്ല വചനം. അതാണ് ഖുർആൻ. വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദലൻ. ആ കലിമത്ത് കസറത്തിൻ ത്വയ്യിബ, ഒരു നല്ല വൃക്ഷമാണത്. ഒരു നല്ല വൃക്ഷമാണ്. അവിടെ മുശ്രിക്ക് താടി വെക്കണില്ലെങ്കിൽ നിങ്ങൾ താടി വെച്ചോ എന്ന് പറയില്ല. അങ്ങനത്തെ വൃക്ഷമല്ലത്. ന്യൂനന്മാരൊക്കെ താടി വെച്ചാൽ നിങ്ങൾ താടി വെച്ചോളി. നബി പറഞ്ഞോളൂ. എന്താ നബിയുടെ അങ്ങനത്തെ നബി ഉണ്ടാവും? ഒരു മതത്തിന് എതിരാകാൻ ദീൻ പഠിപ്പിക്കൂ. എന്നാ ആ മതത്തിന്റെ ആളുകൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നില്ല. അവർക്ക് കൊടുത്ത വേദത്തിന് പുറമെ ഒരുപാട് പിന്നെ പ്രത്യയശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും എഴുതിയുണ്ടാക്കി ആ പണി നമ്മളും ചെയ്തു. എന്നാ ആ കാര്യത്തിലെങ്കിലും എതിരായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഓരൊക്കെ മൂസക്ക് കൊടുത്ത ഗ്രന്ഥത്തിന് പുറമെ കുറെ എഴുതിണ്ടാക്കി. ഈസക്ക് കൊടുത്ത ഗ്രന്ഥത്തിന് കുറെ മത്തായി ലൂക്കോസും മറ്റോ പൗലോസും യോഹന്നാനും മറ്റതൊക്കെ എഴുതിണ്ടാക്കി. എന്നാ നമ്മളെങ്കിലും അത് ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരുന്നില്ല. താടി ഓരോ വെക്കണില്ലെങ്കിൽ നമുക്ക് താടി വെക്കും. ഒരു തൊപ്പി ഇടുന്നില്ലെങ്കിൽ നമുക്ക് തൊപ്പിയിടും. ഓരോ പൂക്കുകയാണെങ്കിൽ നമുക്ക് എന്നാ മേലോളിക്കാം. ഓരൊക്കെ പടക്ക പൊട്ടിക്കണമെങ്കിൽ നമുക്ക് ബെല്ലടിക്കാം. ഒരു ശനി ഞായറാണെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച പോകാം. ഇങ്ങനത്തെ ഒരു നബി. ഇതപ്പോ മുഹമ്മദ് നബിനെ കുറിച്ച് നിങ്ങൾ 9-ാം തീയതി നോമ്പോക്കുണ്ട്. എന്നാൽ ഞങ്ങൾ 10-ാം തീയതി പോകും. അടുത്തല്ലോ അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇതാണ് ഇന്നത്തെ ഒരു ഞാനിങ്ങനെ ചെറുതിന് എന്തിനേക്ക് പതുക്കെ ഒരു സമൂഹത്തിനെ ഒന്നിപ്പിക്കാനല്ല, ഒരു സമൂഹത്തിനെ ഭിന്നിപ്പിക്കാൻ ഇങ്ങനെ ഒരു നബിയുണ്ട്. അതാണ് ഇതെന്ന് പറഞ്ഞാൽ എത്ര നല്ല സുന്ദരമായ മരം.